പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ. അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ? അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലാക്കിക്കോ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ തകർന്നു പോയിട്ടില്ല കേട്ടാ. കരിക്കുലം ഫ്രീഡത്തിൽ തൊടാൻ സമ്മതിക്കില്ല. സെലക്ഷൻ ഓഫ് സ്കൂൾസ് ഞങ്ങൾ ചെയ്യും, ഗവൺമെന്റ് ചെയ്യും. ആ ഒരു സിലബസിലും തൊടാൻ കേന്ദ്ര ഗവൺമെന്റിനെ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു നെഗോസിയേഷനും പറഞ്ഞു. സർ അടുത്തത് സാർ ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ കക്ഷി നേതാവ് സംസാരിച്ചപ്പോ മറുപടി പറയണമല്ലോ. അസംബ്ലിയിലെ റെക്കോർഡിൽ കിടക്കാണ്. എടാ ബഹുമാനപ്പെട്ട BJP, അതാണ് നിങ്ങളല്ല, നേതാവ് ഇവിടെ പ്രസംഗിച്ചപ്പോ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം, പറഞ്ഞു 63 സീറ്റുമായിട്ട് കോൺഗ്രസ് വന്നിരിക്കുകയാണ് അധികാരത്തിൽ. 63 സീറ്റ്. ഇത് തമ്മിത്തല്ലി പിളരും, പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ശരി, 3 നേതാക്കന്മാരാണ് നിങ്ങൾ ജയിച്ചു വന്നത്. നിങ്ങൾ 3 പേരും തമ്മിൽ നല്ല യോജിപ്പാണല്ലോ അല്ലേ? 2 സീനിയർ നേതാക്കന്മാര്, ഒരാൾ 2ാമത്തെ ബെഞ്ചിലും ഒരാൾ 3ാമത്തെ ബെഞ്ചിലും ഇരുത്തിയിട്ടാണ് അങ്ങ് വന്ന് മുൻസീറ്റിലിരിക്കുന്നത്. ഭയങ്കര യോജിപ്പായതുകൊണ്ടാണല്ലോ, ആണല്ലോ? യെസ് സാർ. പിന്നെ CPM, കോൺഗ്രസിൽ ഭയങ്കര മുഖ്യമന്ത്രി തർക്കമാണ്, കോൺഗ്രസിൽ ഭയങ്കര പ്രശ്നമാണ്. സാർ ഞങ്ങൾ ഗവൺമെന്റായിട്ട് പോവാണ്. അതൊക്കെ ഉണ്ടാവും, ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്, എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ നടക്കും ജനാധിപത്യ പാർട്ടി. നിങ്ങളുടെ പാർട്ടിയിൽ CPM-ൽ എല്ലാം ശാന്തമാണല്ലോ അല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? സാർ ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്തില്ല പാർട്ടിയിൽ. പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ. അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ? അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലാക്കിക്കോ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ തകർന്നു പോയിട്ടില്ല കേട്ടാ. അതിനെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ടിതാ ഇപ്പൊ CPM തകരാൻ പോകുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ ഊഹിച്ച് നിൽക്കണ്ട കേട്ടാ. അല്ല CPM-ൽ എല്ലാം നന്നായി നടക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ അറിയോ? ഒരു തിരുത്തലും ഇല്ല. ഇതെല്ലാം കറക്റ്റാണെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ടുള്ള ഞാൻ സംസാരിച്ചോട്ടെ സർ. ഞങ്ങളുടെ കാര്യം നിങ്ങളുടെ MLA-മാർ പറഞ്ഞപ്പോ അങ്ങ് എഴുന്നേറ്റ് ഇത് പറഞ്ഞില്ലല്ലോ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെ കിട്ടിയതെന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രി തർക്കത്തെക്കുറിച്ചൊക്കെ LDF അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോ ഞാൻ എന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകോപിതരായില്ലല്ലോ. ഞാൻ പ്രകോപിതരായില്ല, ഞാനത് ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു. സാർ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രയേ ഉള്ളൂ. പറയുന്നത് അങ്ങെന്ന് പറഞ്ഞാൽ VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാനിവിടെ ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടാണ്. അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ആ മറുപടിയാണ് ഞാൻ പറയുന്നത്. ഞാനത് അപ്പുറത്തുള്ള അംഗങ്ങൾ സംസാരിച്ചതിന്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്റെ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്റെ പാർട്ടി, എന്റെ മുന്നണിയാണ്. എന്റെ പാർട്ടിയെക്കുറിച്ചും എന്റെ മുന്നണിയെക്കുറിച്ചും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. സാർ ഇവിടെ ഗവർണറുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു. ഗവർണർ ആദ്യമായിട്ടാണ് ഇഷ്ടമുള്ള വൈസ് ചാൻസലർ വയ്ക്കുന്നത്. ഗവർണർ ആദ്യമായിട്ടാണ് സെനറ്റിലേക്ക് സ്വന്തം അംഗങ്ങളെ ചേർക്കുന്നത്. ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായി. ബഹളം ഉണ്ടാക്കല്ലേ?
കേരളത്തിൽ ആദ്യമായി ഗവർണർ, ഞങ്ങൾ അതിനെ എതിർത്തു. അങ്ങ് ബഹളം ഉണ്ടാക്കല്ലേ, ഞങ്ങൾ അതിനെ ശക്തിയായി എതിർത്തു. ഗവർണറെ പ്രത്യേകമായ യോഗം ലോക്ഭവനിൽ വിളിച്ചപ്പോ ഞങ്ങള് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അപ്പൊ ഗവർണറുടെ സെക്രട്ടറി കത്തയച്ചു, അത് തൃപ്തികരമല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ഡിസ്പ്ലഷർ, അതൃപ്തി പ്രകടിപ്പിച്ച് തിരിച്ച് കത്തയച്ചു. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭാവിയിൽ പ്ലീസ്, അങ്ങക്ക് ശബ്ദം കൂടുതലാണ്, പക്ഷെ വേണ്ട ബഹളം. ഞാൻ പറയട്ടെ, ഞങ്ങൾ അയച്ചു. പിന്നെ ഞങ്ങളിത് VB റാംജിയിലെ 40 ഈ ബജറ്റിൽ ഒരിടത്തും കാണില്ല എന്ന് പറയല്ലോ കേന്ദ്രത്തിനെതിരായിട്ട്, ഇല്ലേ? ഓരോ വിഷയത്തിലല്ലേ പറയേണ്ടത്. VB റാംജി കേസ് വന്നപ്പോൾ അതിൽ ഇതുവരെ ഉണ്ടാകാത്ത കോൺട്രിബ്യൂഷൻ കൊടുക്കണം, 40% ആക്കണമെന്ന് പറഞ്ഞു. 10,000 കോടി രൂപയോളം, 2,500-3,000 കോടിയോളം വരികയാണ്. അവിടെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ കേന്ദ്രവുമായി യുദ്ധപ്രഖ്യാപനം, ഞങ്ങൾ അതിനൊന്നുമില്ല. തെറ്റായ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്താൽ ഞങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനോടില്ല, എല്ലാ കാര്യത്തിലും ഞാൻ വഴങ്ങുന്നില്ല. ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ അതിനെതിരായിട്ട് ഞങ്ങൾ നിലപാടെടുക്കും. തെറ്റായ, അതായത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെതിരായി ഈ ഗവൺമെന്റിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കും. ഞങ്ങൾ എല്ലാ ദിവസവും ഓരോ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ, വൈറ്റ് പേപ്പറിൽ, ബഡ്ജറ്റിൽ എല്ലാ ദിവസവും കേന്ദ്രത്തിനെതിരായി യുദ്ധപ്രഖ്യാപനം. അതല്ല ഞങ്ങളുടെ സമീപനം, അതല്ല. തെറ്റ് പറഞ്ഞാൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെയെന്ന് നിങ്ങൾ തർക്കിക്കണ്ട. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടേത്. ഞങ്ങളുടേത് വ്യത്യസ്തമായ നയവും ഞങ്ങളുടെ വ്യത്യസ്തമായ സമീപനമാണ്. ഇനി ഒരു കാര്യം കൂടി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം ലിക്കറിന് ടാക്സ് കൂട്ടി, അല്ല കുറച്ച് ടാക്സ് ഏർപ്പെടുത്തി ബർക്കാഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എന്തെല്ലാം ആരോപണമാണ്, എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നറിയോ? അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയാണ്. ആദ്യത്തെ നോട്ടാണ്, ഗണ്യ കാണുക. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ്, ബർക്കാഡി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞതു പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ആരാണ് ബർക്കാഡി കമ്പനിയായിട്ട് സംസാരിച്ചത്? ആരാ ബർക്കാഡി കമ്പനിയായിട്ട് ആദ്യമായി സംസാരിച്ചത്? ഇനി കേട്ടോ. അല്ലല്ല രണ്ടാമത്തെ ബർക്കാഡി രണ്ടാമത്തെ ആരോപണം എന്താ? രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ, ഇപ്പോഴും പറഞ്ഞു, യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും. യുവതലമുറ ഇല്ലാതാവും, സ്ത്രീകളും കുട്ടികളും ആവും. 31/3/2022 ആ സർക്കാരിന്റെ മദ്യനയം, അതിലെ ഐറ്റം 25, ഏത് LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. തീരുമാനിച്ചാണ് കേട്ടാ. അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം ഇനി കേട്ടോ. രണ്ടാമത് വന്ന കേട്ടോ, മുഴുവൻ കേക്ക്, ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മുഴുവൻ കേക്ക്. മൂന്നാമത് അന്നത്തെ എക്സൈസ് മന്ത്രി ഇവിടെ പറഞ്ഞ ഉത്തരം, അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബക്കാഡി, ബ്രീസർ, ബക്കാഡി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ബക്കാഡി ബ്രീസറിൽ 4.8 പ്ലസിൽ 8% ആൽക്കഹോളാണ് അടങ്ങിയിരിക്കുന്നത്. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ ചട്ടത്തിൽ അമെന്റ്മെന്റ് നടത്തി. അമെന്റ്മെന്റ് നടത്തി.
ഇനി ഞാൻ പറയട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഇനിയുണ്ട് രസകരമായ കാര്യങ്ങളുണ്ട്. അമെൻമെന്റ് നടത്തി, അത് കഴിഞ്ഞിട്ട് ബക്കാടി ചോദിച്ചു അത് ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള ഒരു സംഭവം വേണമെന്ന്. അപ്പോൾ ബിയറിന്റെ ടാക്സ് എന്ന് പറയുന്നത് 116% വൈനിൻ്റേത് 86%. ഇതിന്റെ ഇടയിൽ ഒരു ടാക്സ്, അതിന്റെ നടപടി കൊടുത്തില്ല. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. അല്ല കേക്ക്, ഞാൻ പറഞ്ഞില്ലല്ലോ, കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാമായി അതിന്റെ നടപടിക്രമങ്ങൾ ഫയലായി. ഇലക്ഷൻ ആയതുകൊണ്ടാണ് കൊടുക്കാറുള്ളത്. ഇനി 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 കേട്ടോ 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 അല്ലല്ല കേൾക്ക്. അല്ല, ഞാൻ ഇത് പറഞ്ഞു തീർന്നിട്ടേ ഇരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു തീർന്നിട്ടേ അങ്ങക്ക് വഴങ്ങുള്ളൂ. അങ്ങ് പ്രസംഗിക്കണ്ട, ഞാനാണ് പ്രസംഗിക്കുന്നത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അടുത്തത് ഈ 86-നും 116-നും ഇടയിൽ വെക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളെന്താ ചെയ്തത്? നമ്മുടെ മുമ്പിൽ ഈ ഫയൽ വന്നു. ഈ ഫയൽ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വന്നു. ശരവേഗം തീരുമാനമെടുത്തെന്നാണ്. കേട്ടോ, കേൾക്കണേ, അതൊക്കെ മറുപടി കേൾക്ക്. അതിങ്ങനെ ഓടിപ്പോയി 7 ഉദ്യോഗസ്ഥന്മാരെടുത്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ടാക്സ് തീരുമാനിക്കുന്നത് തലേയാഴ്ചയാണ്. തലേ ദിവസം രാത്രിയാണ് ഫൈനലൈസ് ചെയ്യുന്നത്, ആണല്ലോ. എന്നിട്ട് രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് ടാക്സ് പോർഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ശരവേഗത്തിലാണ് പോണത്. കാരണം ഡിസിഷൻ വന്നാൽ ആ ഡിസിഷൻ എല്ലാവരും വേഗത്തിൽ കണ്ടിട്ട് എല്ലാ ടാക്സും തീരുമാനിക്കണം. അങ്ങനെ ധനകാര്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് അറിയാം. തീരുമാനിക്കുന്നു ശരവേഗം. അതായത് സാധാരണ ഈ അഴിമതിയിൽ പറയുമല്ലോ, ഭയങ്കര സ്പീഡായിരുന്നു. ഇത് കേരളത്തിലെ ഒരു ടാക്സ് നിശ്ചയിക്കാൻ ഫയല് പോകേണ്ടത് അങ്ങനെ തന്നെയാണ്. വേഗത്തിൽ പോയിട്ടാണ് രാത്രി 12 മണിക്ക് മുമ്പാണ് നമ്മളിത് ഫൈനലൈസ് ചെയ്ത് അവർക്ക് കൊടുത്ത് 1 മണിക്കാണ് ഇത് പ്രിന്റിങ്ങിന് പോകണം. ഇനി ഞങ്ങൾ ഇതെന്താ തീരുമാനിക്കുക? മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങൾ ബഹളം ഉണ്ടായിക്കോ. ഇത് ഞങ്ങൾ എന്താ തീരുമാനിക്കാൻ കാര്യം? അവർ പറഞ്ഞ ഈ 86-നും 116-നും ഇടയിലല്ല നമ്മൾ വെച്ചത്. നമ്മൾ 0.5 തൊട്ട് 10 വരെ 120% വെച്ചു. 10% മുതൽ 20% വരെ 175% വെച്ചത്. 175%. ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് പരിശോധിച്ചു. കേരളത്തിലാണ് ഈ വച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടിയ ടാക്സ്. ഏറ്റവും കൂടിയ ടാക്സ് കേരളത്തിലാണ്. ഏറ്റവും കൂടിയ ടാക്സ് കേരളത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.